പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം സിറ്റ് ഔട്ടിലിരുന്നു കൊണ്ടൊരു വീഡിയോ ചെയ്യുകയാണ്. നമ്മുടെ ചരിത്രം പറഞ്ഞത്, കോടീശ്വരനിലെത്തിയത് എങ്ങനെയാന്ന് പറഞ്ഞത്, കോടീശ്വരന് ശേഷം നടന്നത്, അങ്ങനെ കുറേ ഞങ്ങളുടെ പ്രായ വ്യത്യാസം, അങ്ങനെ കുറേ കഥകളും ഞങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് മാത്രല്ല നമ്മള് ടേസ്റ്റ് ചെയ്യുന്നതും അങ്ങനെയായിരുന്നു. ഇപ്പൊ കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്, അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നേ. അപ്പോൾ ആദ്യത്തെ കമന്റ് എന്ന് പറയണത് നമ്മുടെ ചക്കക്കുരു പക്കവട അതിലേക്കാണ് കേട്ടാ. വിഷ്ണു കോലോത്തോടി. വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ ആദ്യം ഞാൻ കരുതിയത് അറിയുന്ന ആരെങ്കിലുമോ റിലേറ്റീവ്സോ ആയിരിക്കുമെന്നാണ്. കാരണം ആ കുട്ടിയോടും കുട്ടിയുടെ അച്ഛനും അമ്മയോടുമൊക്കെ നന്നായി പരിചയമുള്ളതുപോലെ ആയിരുന്നു നിങ്ങളുടെ പെരുമാറ്റം, പ്രത്യേകിച്ച് സരിതേച്ചിയുടേത്. അറിയാത്ത ആളുകൾ, അതും നനയ്ക്കാത്ത നേരത്ത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ വന്നാൽ ആരായാലും ഒന്ന് പതറും. എന്നാൽ മികച്ചൊരു സമീപനം തന്നെയാണ് നിങ്ങൾ അവരോട് നടത്തിയത്. പിന്നെ ജഗ്ഗുവിനെ നിങ്ങളുടെ ഒപ്പം തന്നെ നിർത്തി എല്ലാത്തിലും പങ്കെടുപ്പിക്കുന്നതിലും വളരെ സന്തോഷം. മഴയത്തിരുന്ന് ചക്ക നന്നാക്കുന്ന അജുവേട്ടൻ മാസ്. അവര് വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിലാണ് വന്നത്. പക്ഷെ പെട്ടെന്നാണ് അവര് ഫോൺ വിളിച്ചേ, ഞങ്ങളിതേ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തുന്നു പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുക തന്നെയാണ്. നമ്മളെ ഇടയിൽ നിന്ന് മാറിപ്പോകാനൊന്നും നിന്നില്ല. അത് അതിൽ വരുന്നത് എന്താണ് സംഭവിക്കട്ടെ വെച്ചിട്ട് അവരെന്തിനാണ് വന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ അവര് വന്നപ്പോഴാണ് അവര് ഫാമിലി ആയിട്ടാ വരണേ. അപ്പൊ ആ ചേട്ടൻ എന്നോട് പറഞ്ഞ ഒരു കണ്ണൻ ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ട്, ഗുരുവായൂരുള്ളൊരു ചെക്കനാണ് അവൻ. ഒരു 5 മിനിറ്റ് എന്തിട്ടോ നമ്മളോട് എന്തോ ഒരു കാര്യം പറയാനാ വരണ്ടെന്ന് പറഞ്ഞ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ എത്തുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവരെത്തിയപ്പോഴാണ് അവരിങ്ങനെ ക്ഷണിക്കാനാ ഭാര്യയും കുട്ടിയൊക്കെ കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. നല്ലൊരു ഉണ്ണി. ഞങ്ങൾ പോയിണ്ടായിരുന്നു കേട്ടാ. കണ്ടശാങ്കടവില് പരിപാടി ആയിരുന്നു വെള്ളിയാഴ്ച. അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, റിസോർട്ടിലായിരുന്നു ഞങ്ങൾ പോയി. പിന്നെ ചക്ക വെട്ടുന്ന കാര്യം മഴയത്ത് അതെന്തായാലും വളരെ സന്തോഷം. മാസാണെന്ന് പറഞ്ഞപ്പോ മഴയത്ത് വല്ല അസുഖം വരാണ്ടിരുന്നാ മതി, വലിയ മാസ് കാണിച്ചിട്ട്. ഇതുവരെയായിട്ട് കുഴപ്പമൊന്നുമില്ല. അടുത്തത് കാഞ്ചന വത്സൻ. എനിക്ക് നിങ്ങളുടെ വീഡിയോ കാണുന്നത് വളരെ നല്ല ഇഷ്ടമാണ്. മറ്റു യൂട്യൂബർമാരെ പോലെ അല്ല, നിങ്ങൾ വളരെ സിമ്പിളാണ്. സന്തോഷം. അടുത്തത് ഉണ്ണികൃഷ്ണൻ. മഴക്കാലത്ത് വീടും പരിസരം ഇങ്ങനെ വൃത്തിയായി കിടക്കണം, അപ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ സുഖമായിരിക്കും. കീപ് ഇറ്റ് അപ്പ്. അജുവിനും സരിതയ്ക്കും ജഗ്ഗുവിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. സന്തോഷം. അടുത്തത് ഷീജ സുഗതൻ. ചക്കക്കുരു കൊണ്ട് എത്ര കറികൾ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. ഉണക്കച്ചെമ്മീനും വെള്ളരിക്കും മാങ്ങിയിട്ട് നാളികേരം അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ വീട്ടിൽ വയ്ക്കും, കണ്ണംകുളങ്ങര വയ്ക്കും. ഇവിടെ അങ്ങനത്തെ ഒന്നും വയ്ക്കാറില്ല. പിന്നെ ഉപ്പേരി വയ്ക്കാം, മോരുകറി വയ്ക്കാം, അതൊക്കെ വയ്ക്കാം. ചക്കക്കുരു കൊണ്ട് ഇഷ്ടംപോലെ ടൈപ്പ്, ചക്കക്കുരും മാങ്ങിയും ചക്കക്കുരു ചെമ്മീനും. ചക്കക്കുരു ആളുകളുടെ ഒരു വികാരമാണ്, നമുക്കറിയില്ലോ. ചക്കക്കുരു കൊണ്ട് കാപ്പിന്നല്ല, ചേട്ടന് ഇഷ്ടമില്ല എന്ന് പറയും. ചക്കക്കുരു കൊണ്ട് കാപ്പി പൊടി ഉണ്ടാക്കും. ചക്കക്കുരു ഉണക്കി വറുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ബ്രൂ കാപ്പി പോലെയെന്ന് ഒരു കമന്റ് ഉണ്ടായിരുന്നു. നോക്കി നോക്കാം. അടുത്ത വാക്കി ചക്കക്കുരു വറുത്തിട്ട് തിന്നിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ. നല്ല രസമാണ് തിന്നാൻ. അടുത്തത് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ തിന്നാൻ നല്ല രസമാണ് അതൊക്കെ. പ്രീത ഫിലിപ്പ്. ഓ എൻ്റെ ദൈവമേ, കൊതിപ്പിച്ചു കൊല്ലും അല്ലേ. എന്തായാലും നല്ല വീഡിയോ, അടിപൊളിയാണ് കേട്ടോ ഡിയേഴ്സ്. മറ്റേ സുനന്ദ ചേച്ചി ഇല്ലേ, ബോട്സ്വാനയിലുള്ള സുനന്ദ ചേച്ചി, ആ ചേച്ചി ചക്ക വളരെ ഏത് വീഡിയോ ഇട്ടല്ലോ അപ്പം എനിക്ക് വോയിസ് വരും. ഞാനില്ലേ, നിങ്ങൾ എന്നെ ചക്ക കാണിച്ച് കൊതിപ്പിക്കും. നിങ്ങൾ വേറെ എന്ത് സാധനം കാണിച്ച് എനിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ ചക്ക കാണിച്ചോ എൻ്റെ കയ്യിൽ നിന്ന് പോവും, എൻ്റെ കൺട്രോള് പോകുന്നു പറഞ്ഞിട്ട് ഇന്നലെയും മെസ്സേജ്. ഷൈനി മാത്യു. ജാതിക്ക ചേർക്കുന്നത് നല്ലതാ. ജാതിപത്രിയോ ജാതിപത്രിയോ ഇതിൽ ചേർക്കണം നല്ലതാണെന്നല്ലേ ഈ വടയില്. അല്ല, നമ്മൾ ഉണ്ടാക്കി പക്കവടയിലല്ലേ. തൊടുപുഴ പൊട്ടിച്ചുള്ള കായ ചേർക്കുന്നത്. തോട് പൊട്ടിച്ചുള്ള കായാണ് തൊടുപുഴ. തൊടുപുഴ തോട് പൊട്ടിച്ചിട്ടുള്ള, സോറി കേട്ടാ, തോട് പൊട്ടിച്ചിട്ടുള്ള ആൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവാ. പൊട്ടിച്ചുള്ള കായ ചേർക്കുന്നത് നല്ലതാണ്. തൊടുപുഴ മംഗ്ലീഷിലാണ്. മൈ കിച്ചൻ. സരിതയുടെ ചിരി കാണാനാണ് ഏറ്റവും ഇഷ്ടം. അതുപോലെ നിങ്ങളുടെ ഡ്രസ്സ് എന്ത് ഭംഗിയാണ് കാണാൻ. ടെസ്ല മൈ ഹീറോ. വേവിച്ച ചക്കക്കുരുവിന്റെ കൂടെ പലതരം നട്ട്സും പാലും പഞ്ചാരയും കുറച്ച് ബൂസ്റ്റോ ബോൺവിറ്റയോ ചേർത്ത് ഷാർജ ഷേക്ക് പോലെ ഉണ്ടാക്കി കുടിച്ചു നോക്കും. നോക്കി നോക്കാം. സുമം. ഇന്നത്തെ ചക്ക വീഡിയോ പൊളിച്ചു. ചക്ക എന്നും മലയാളികളുടെ വികാരം തന്നെയാണ്. പിന്നെ സ്നേഹലത നായർ. അജു ലൈഫ് ഈസ് സൂപ്പർ.
വെരി നാച്ചുറൽ സൂപ്പർ ചക്ക വീഡിയോ. മെനി മെൻ ആൻഡ് വിമൻ ആർ അൺഹാപ്പി വിത്ത് ദെയർ ബിസി ലൈഫ്സ്. I see only happiness in Aju and Sarida's world. This peach dress suits Sarida. She looks like an English ma'am. Pray God that your life remains innocent and peaceful forever. ഒരു നല്ല ഷെഫിന്റെ തുടക്കം ജഗ്ഗു. നമ്മളിന്ന് പറഞ്ഞോളൂ അല്ലേ നമ്മൾ സംസാരിച്ചിരിക്കണത് എന്റെ കാര്യം. നമ്മൾ തമ്മിൽ ഒരു പൊരുത്തില്ലാത്തത് കൊണ്ടാണ് തോന്നുന്നുണ്ട് ഞങ്ങൾ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണേന്ന്. കുറേ ഇതുകളുണ്ടല്ലോ, എന്താ പറയാ, ചേട്ടന്റെ കുറെ പോരായ്മകള് അല്ലെങ്കിൽ എന്റെ കുറെ പോരായ്മകള്, അതൊക്കെ ചേട്ടന് നന്നായിട്ട് കിട്ടിയിട്ടുള്ള കഴിവുകളാ. അല്ലെങ്കിൽ ചേട്ടനെ അറിയാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന മേഖലയാണ്. അപ്പം അതുകൊണ്ട് അത് ഫില്ലായിട്ട് പോവുകയും ചെയ്യും. കുറേ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും, എന്നാലും അതങ്ങനെ ഭയങ്കര കാര്യമായിട്ട് പോകാറില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയും ചെയ്യും. അതൊക്കെ ആസ്വദിക്കാൻ, അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുന്നു. പ്രത്യേകിച്ച് സിനിമകളിലത്തെ ഓരോ സിനിമകളിലത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും കൂടുതൽ ഉപമകള് പറഞ്ഞിട്ടാവും ഞങ്ങൾ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അത് ഇപ്പൊ ചേട്ടനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും എന്നെ ചേട്ടൻ പറഞ്ഞാലും അത് ഞങ്ങൾ രണ്ടുപേരും അത് പറഞ്ഞ് ചിരിക്കും. അഞ്ജു ചിയാരം സൂപ്പർ വീഡിയോ. പട്ടിയെ ഓടിപ്പിക്കാൻ പുതിയ വഴി. ചാർലി എന്തുട്ടാ ചാർലിയെയും കൂട്ടുകാരെയും കാണാൻ എൻ്റെ മക്കൾ ഓടി വരും. ചക്കഗുരു കടി സൂപ്പർ. എനിക്ക് 3 മക്കൾ. അവർ എപ്പോൾ വീഡിയോ കണ്ടാലും ജഗ്ഗ എവിടെയും ചോദിക്കും. സരിത ചേച്ചി, പഴുത്ത ചക്കയേക്കാൾ എനിക്കും മക്കൾക്കും ഇഷ്ടം പഴുക്കാൻ പാകമാകുന്ന പുളി. അയ്യോ അതെന്തൊരു ടേസ്റ്റ്. ചേട്ടൻ അതും കൊണ്ട് വന്നില്ലേ? ആ വീഡിയോയിലല്ലേ അതും കൊണ്ടുവന്നത്? ആ എപ്പോഴും എനിക്ക് മക്കൾക്കും ഇഷ്ടം പഴുക്കാൻ പാകമാകുന്ന പുളി വന്ന ചക്ക. ചേട്ടൻ എപ്പോഴും സരിതേ എന്ന് വിളിക്കും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഇവിടെ ഒരാളുണ്ട്, എൻ്റെ പേര് മറന്നെന്ന് തോന്നുന്നു. അയ്യോ അഞ്ജുന്ന് ഇത്ര നല്ല പേര് മറക്കേ. പകരം വേറെ ഏതെങ്കിലും ഓമന പേരായിരിക്കും വിളിക്കണം, അതാണ് ആ പേര് മറന്നത്. ജഗ്ഗു ഭാഗ്യവാൻ. നല്ല അച്ഛനെയും അമ്മയെയും കിട്ടിയതിൽ. ഞാൻ കമ്പനിപ്പടിയിലേക്ക് വരാറുണ്ട്. അവിടെ എത്തുമ്പോൾ നിങ്ങളെ ഓർക്കും. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സൂപ്പറാണ്. നമ്മുടെ തൊട്ടടുത്താണ് കേട്ടാ അഞ്ജു ചിയാരം. അപ്പോൾ ഈ വീഡിയോന്റെ ഈ ഭാഗം ഭർത്താവിനെ കാണിക്കട്ടെ. അപ്പൊ ഭർത്താവ് ഇനി അഞ്ജു 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം 100 പ്രാവശ്യം വിളിക്കും. അതന്നെ. അടുത്തത് കൊച്ചുറാണി. ആഹാ പട്ടീനെ ഇങ്ങനെ ഓടിക്കാല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. അയ്യോ ചേട്ടൻ കാണിക്കണ ഒരു വിക്രികൾ കണ്ടു കഴിഞ്ഞാലേ പട്ടികളുടെ അടുത്ത് കാണിക്കണത് ഇങ്ങനെ മരത്തിന്റെ പിന്നെ ഒളിച്ചു തലയിൽ തോർത്തുമുണ്ടൊക്കെ കിട്ടിയിട്ട് ഇവിടെ ചിലപ്പോൾ 3-4 പേര് കെടുക്കുന്നുണ്ടാവട്ടാ. നമ്മുടെ മറ്റേ ടീമുണ്ടല്ലോ, കാമറി, ലോറ, ടൈസൺ, അംബ്രോസ് ഒക്കെ 4 പേരും ചില ദിവസം ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇവിടെ തന്നെ അവർ കെടുക്കും. ആ സമയത്ത് ചേട്ടൻ അവിടെ മരത്തിന്റെ പിന്നിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ തലയിൽ കൂടെ മുണ്ടൊക്കെ പുതച്ചിട്ട് ഇങ്ങനെ ഒളിച്ചു നോക്കാം, ഇങ്ങോട്ട് പോവാ. അപ്പൊ വിറ്റങ്ങൾ പതുക്കെ പൊക്കിയത് ആരാണ്. എന്നിട്ട് പിന്നെ ഇവിടെ ഒരു അംഗം നടക്കും. എന്നിട്ട് ചേട്ടൻ ഇത്തിരി അങ്ങോട്ട് ഓടും. അപ്പൊ ഇവര് പോവും. അപ്പൊ ചേട്ടൻ ഒറ്റ ഓട്ടം ഇങ്ങോട്ട് വരും. അപ്പൊ ഇവര് 4 പേര് ഇങ്ങോട്ട് തിരിച്ചു ഓടും. 4 അടി പിന്നോക്കം 5 അടി മുന്നോക്കം, 4 അടി പിന്നോക്കം 5 അടി ഇങ്ങനെ വരും. അപ്പൊ എന്നെ ശരിക്കും നമുക്ക് ഇതൊരു വീഡിയോ ഒക്കെ ആയിരുന്നു പറയാറുണ്ട്, പട്ടികളുടെ പ്രാങ്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ടേ. പട്ടികളെ പ്രാങ്ക് ആക്കണത് ഭയങ്കര തമാശ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രസം. അതിലൂടെ കളിക്കാം, അവറ്റകളെ പേടിപ്പെടുത്താനല്ല, അവര് പേടിക്കൂല. അടുത്തത് നിവിയ ശരത്ത്. മഴ എന്നും ഒരു വികാരമാണ് എന്ന് പറഞ്ഞ മുമ്പേ ഒരു ചെടി കാണിച്ചു. അത് എന്തുട്ട് ചെടിയാ അജുവേട്ടാ സരിതേച്ചി? അല്ലെങ്കിലും മഴ പെയ്താൽ നമ്മുടെ കേരള അടുക്കള മൊത്തം ചക്ക വിഭവങ്ങളായിരിക്കും. അടുത്ത വട്ടം ചക്കയും ചിക്കനും ഉണ്ടാക്കാമോ? ചക്കയും ചിക്കനും ഉണ്ടാക്കാം. മഴ പെയ്തപ്പോ ഏത് ചെടി കാണിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഏത് ചെടി ഇതിനോട് ചോദിക്കേണ്ടി വരും. അടുത്തത് ജോയ്സ് ഡി. എൻ്റെ അമ്മേ എന്തൊട്ട് പേര് ചേട്ടത്? അല്ല ഇത് വായിച്ചു നോക്കിയേ. ജോയ്സ് ഡി കൻഹാന്ന ഒരു ഇംഗ്ലീഷ് പേരാണ് കേട്ടോ. അതിന്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ ഇങ്ങനെയാവില്ല. അജു, യു ആർ സെയിങ് ദാറ്റ് വി ആർ ഫെഡ് അപ്പ് ഈറ്റിംഗ് ദ ജാക്ക് ഫ്രൂട്ട്സ്, ബട്ട് വി ലവ് ടു ഈറ്റ് ജാക്ക് ഫ്രൂട്ട്സ് ബിക്കോസ് ഇൻ മുംബൈ വി ഹാവ് ടു പേ ₹200 with the seeds, the jackfruits. You are a lucky person. You all can make with jackfruits. ചേട്ടൻ അങ്ങനെ പറഞ്ഞാ? അങ്ങനെ ചക്ക കഴിച്ച് മടുത്തു എന്ന് പറഞ്ഞാ? ഇല്ലല്ലോ. You are a lucky person. You all can make with the jackfruits different varieties of these fruits anytime. So we have to see the things with the watering our mouth while making different varieties of jackfruits. Your pakkavada is such a delicious recipe. Keep it up. Lovely video and enjoy your life like this. God bless you. ബോംബെയിലുള്ളൊരു
ആരാന്ന് എനിക്കറിയില്ല, ആളാണ് ഇട്ടിട്ടുള്ളത്. പേര് വായിക്കാൻ കിട്ടണില്ല, അതാണ് കേട്ടാ. പിന്നെ 200 രൂപ കൊടുക്കണം അവർക്ക് ഒരു കഷ്ണം ചക്ക കിട്ടണം. എന്തൊരു ബുദ്ധിമുട്ടല്ലേ. അത്രയും ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനത്തെ ഇത്രയും ഇതാകുമ്പോഴേ നമ്മള് ഇവിടെ ഇഷ്ടം പോലെ ലാവിഷായിട്ട് അടിച്ചു പൊടിക്കുകയാണ് ചക്കനെ. അവിടെ നമ്മളൊക്കെ വിദേശത്ത് വെച്ചെങ്കിൽ ചേട്ടൻ ചക്കക്കാലായി കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് മുഴുവൻ ചക്കയ്ക്ക് വേണ്ടി ചെലവാക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് ചക്ക. ചക്കുപ്പേരിയും ചക്കലിശ്ശേരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അടുത്തത് റിറ്റോ AF. മഴയും ചക്ക കൂട്ടാനും ചൂടുള്ള കട്ടനും ഇതൊക്കെ മേലെ ഒന്നുമില്ല. ചക്കകൂര് കൊണ്ട് കാപ്പിപ്പൊടി ഉണ്ടാക്കാം. ചക്കകൂര് ഉണക്കി ചെറിയ കഷ്ണമാക്കി വറുക്കുക, എന്നിട്ട് പൊടിക്കുക. ബ്രൂ കാപ്പി പോലെയാകും. ബ്രൂ കാപ്പി വാങ്ങിക്കില്ല. ബ്രൂ കാപ്പിക്ക് എന്താ വില എന്ന വിചാരം. അപ്പൊ നമുക്ക് ഇത് മതിയല്ലോ. 200 ഗ്രാമിനൊക്കെ 180, 300 ഒക്കെ വില. 300, 330 എന്തായാലും നോക്കണം. അതിന് വെയിൽ കണ്ടാ മതിയാ. വെയിലും ഇല്ല ഇപ്പൊ, ഉണക്കണ്ടേ. അടുത്ത് ഇന്ദിരാ പണിക്കർ. സത്യമായി ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കും. അജു സെർജിയും എൻ്റെ ഇഷ്ടവിഭവം ചക്കപ്പുഴുക്ക് കാട്ടി കൊതിപ്പിക്കുന്നു. ദൈവമേ, നാട്ടിൽ പോകാനും നിവർത്തിയില്ല. അയ്യോ പാവം. എൽസമ്മ ജോസഫ്. ചക്ക കഴിച്ചിട്ട് 5 വർഷമായി. കൊറോണ കാരണം 2 വർഷം നാട്ടിൽ വരാൻ പറ്റിയില്ല. പിന്നീട് വന്നപ്പോ ഒക്കെ ചക്ക സീസൺ കഴിഞ്ഞും പോയി. അയ്യോ, എന്തൊരു കഷ്ടമല്ലേ ആൾക്കാർ. അതന്നെ. അടുത്ത അശോക് വേൾഡ്. അശോക് വേൾഡ് ഇങ്ങനെ തുരുതുരാ കമന്റ്സ് ഇടും. അശോക് വേൾഡിന് കൂലിക്ക് നിർത്തിയേക്കാണോ കമന്റ് ഇടാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലര് കമന്റ് ഇടാം. ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. ആളിങ്ങനെ ഓരോ സീൻ കാണുമ്പോ ഓരോ ഇതുകള് അതിനെ കമന്റ്സ് ഇടും. അശോക് വേൾഡ് എവിടേക്കാ? ഏതൊരു പാചകവും തയ്യാറാക്കുമ്പോൾ അതിലെ തെറ്റുകുറ്റങ്ങളെല്ലാം അതേ രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു ഭയവും ഇല്ലാതെ തുറന്നു കാണിക്കുന്ന ഒരു വലിയ മനസ്സാണ് നിങ്ങൾക്കുള്ളതെന്ന്. നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. തെറ്റുകുറ്റങ്ങൾ വരണം, അതാണ് ചേട്ടന് ഇഷ്ടം. അപ്പോഴതിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ബാക്കി എല്ലാവരെയും ചാനൽ പോലെ ആയില്ലേ എന്ന് പറയും ചേട്ടൻ. അടുത്ത രാഗിണി ദേവി. അജു ചോറ് കുഴച്ച് കഴിക്കുന്നത് കാണാൻ നല്ല രസമാണ്. സരിതയും മോനെയും കഴിപ്പിക്കുന്നത് കാണാൻ അതിലും രസമാണ്. നമ്മുടെ പാലക്കാടൻ മറ്റേ ഈ വെണ്ടക്കായ ചേട്ടന് ഒരു ഉരുളയും കൂടി തന്നിട്ട് എന്റെ വായടപ്പിച്ചതല്ലേ. അടുത്ത് ഹസീന റഷീദ്. ശരിക്കും നിങ്ങളുടെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ വല്ലാത്തൊരു വൈബാണ്. ഒരുപാട് ചിരിച്ചു, അല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ തന്നെ കാണുമ്പോൾ ഒരു സുഖം. ആ വീഡിയോയിൽ ചിരിക്കാനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയധികം കണ്ടമാനം ചിരിക്കേണ്ടത്. അടുത്ത ടെസ്ല മൈ ഹീറോ. ഓംലെറ്റ് സാമഗ്രികൾ ഉണ്ടാക്കുമ്പോൾ ജാഗ്രതയോടെ നോക്കിയിരിക്കുന്ന അജുവിലെ കൊതിയൻ കുട്ടി. പ്രിൻസ് തോമസ്. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ആഹാ ഒരു സന്തോഷം. താങ്ക്സ് അജു ആൻഡ് സരിത. അടുത്ത സുമം. സരിതയുടെ വായടപ്പിക്കാൻ ചോറൂറുള്ള വായിലേക്ക് കുത്തിക്കയറ്റിയ അജുവേട്ടൻ. അതന്നെ, അത് അങ്ങനത്തെ കമന്റുകൾ കുറെ ഉണ്ട് കേട്ടോ. അത് ആ സമയത്ത്. അടുത്തത് ഗീതാസ്. അത് കോഞ്ഞാട്ടല്ല അജുവേട്ട, അത് കൊതുമ്പാണ്. കൊതുമ്പ് എന്നാണ് പറയാ. കൊതുമ്പ് വെള്ളം എന്നൊക്കെ പറയില്ലേ, അതന്നെ. ഞാൻ കോഞ്ഞാട്ടം തെറ്റി പറഞ്ഞാണ് കേട്ടോ. അടുത്തത് സ്മിത അനിൽ നായർ. സരിത ഇനി ഒരക്ഷരം മിണ്ടരുതെന്ന് ഉരച്ച് അജുവേട്ടൻ ഒരു ഉരുളയും ഒരു പീസ് ഓംലെറ്റും അത് കഴിച്ച സരിത പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. അജുവേട്ടൻ്റെ അടുത്ത ആ കളി നടക്കൂല. സരിത പിന്നെ ഒന്നും പറയാഞ്ഞപ്പോ ഞാനും കരുതി ആ ഉരുളയുടെ ടേസ്റ്റ് എന്താവുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനും എന്നിട്ടേ ആ കൂട്ടാൻ വെച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഞാൻ കണ്ണംകുളങ്ങരയായിരുന്നു കേട്ടോ 2 ദിവസം. സ്കൂൾ തുറക്കാറായില്ലോ. അപ്പം വീട്ടില് സ്കൂൾ പൂട്ടിയിട്ട് 2 ദിവസം വന്ന് നിന്നില്ല. കേട്ടോ അമ്മയച്ഛനും ഭയങ്കര പരാതി. അതാണെങ്കിൽ സ്കൂൾ പൂട്ടിയപ്പോൾ തന്നെ ജഗ്ഗുവിന് 1 മാസത്തെ മറ്റേ നാടായി ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പോവാൻ പറ്റില്ല. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ അവന് ട്യൂഷൻ തുടങ്ങി. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ 2 ദിവസം ട്യൂഷൻ്റെ ലീവ് എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പോയേക്കായിരുന്നു. ഇപ്പം ഇന്ന് വന്നേ. അപ്പം ഞാൻ അവിടെ പോയപ്പോ ഞാൻ അമ്മോട് പറഞ്ഞു ഇങ്ങനെ ഒരു കൂട്ടാണ്ടായി. ആ സമയത്ത് ആ വീഡിയോ ഇട്ടിട്ടില്ല, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എന്നിട്ട് അത് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി ആ കൂട്ടാൻ. അപ്പോൾ അവിടെയും എല്ലാവർക്കും ഇഷ്ടമായി. ആൻറ്റി മാമനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ആ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമായി, വെണ്ടയ്ക്കാപ്പുളി. അടുത്തത് കവിത മോഹൻ AL. ഒരു വെണ്ടയ്ക്ക തേങ്ങാപ്പാൽ ചേർത്ത് ഒരു മപ്പാസ് കൂടി വെക്കൂ സരിതേ. വെണ്ടക്കായ വറുത്തരച്ച് വെക്കാറുണ്ട്, പരിപ്പ് വെണ്ടക്കായും വെക്കാറുണ്ട്, പിന്നെ വെണ്ടക്കായ ഉപ്പേരി വെക്കും. മപ്പാസ് വെക്കുമായിരിക്കും. അടുത്ത കൃഷ്ണ. അജുവേട്ടൻ കുടവുമായി വന്നപ്പോൾ നല്ല ഒരു കുടുംബിനിയെ പോലെ തോന്നി. ഇവിടെയും ഞാൻ നല്ലൊരു കുടുംബിനിയായിരിക്കും. വിജയലക്ഷ്മി.
പാലക്കാടിന്റെ കൂടെ തൃശ്ശൂരായാൽ എങ്ങനെ ശരിയാവും? അത് കലക്കി. കറികൾ സൂപ്പർ. നിങ്ങൾ എന്ത് ചെയ്താലും അത് കാണാൻ നല്ല ചന്തമാണ്. പിന്നെ ഞാൻ അവിടേക്ക് വരട്ടെ, നമുക്ക് ഒരുമിച്ച് വെറൈറ്റി പാചകങ്ങൾ ചെയ്യാമോ? ഞാൻ 30 വർഷം ഹോട്ടൽ നടത്തിയ പരിചയമുണ്ട്. എന്താ വന്നോട്ടെ, വരൂ. എന്താണ് മടിച്ചു നിൽക്കുന്നത്? അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരൂ തന്നെ. ഇന്നത്തെ വീഡിയോ അടിപൊളി. അപ്പോൾ വിജയലക്ഷ്മി ചേച്ചീനെ ഞങ്ങൾ വിളിക്കുകയാണ്. നമുക്ക് പാചകം ചെയ്യാം. അവിടെ ആൾക്ക് 30 കൊല്ലത്തെ ഭയങ്കര പരിചയമുണ്ട്. അപ്പൊ നല്ല കൈപ്പുണ്യം ഉണ്ടായിരിക്കും. തന്നെ അടിപൊളി. സ്ഥലം എന്ന് പറഞ്ഞില്ല കേട്ടാ, സ്ഥലം എന്ന് പറഞ്ഞല്ലോ. സ്ഥലം പറഞ്ഞില്ലേ, വേറെ ഒന്നും അറിയില്ല. അടുത്തത് ബീറ്റിംഗ് ടൈം ക്യാമറ വർക്ക് ഗംഭീരം. ആനന്ദ് തൃശ്ശൂർ. അത് ശരിയാണ്. ആ മുട്ട അങ്ങനെ അടിക്കുന്ന സമയത്തേ എന്റെ നോട്ടം സരിത ഭയങ്കര രസമാണ്. ആ വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല 2-3 ദിവസം വീട്ടിലായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ ഇട്ടേക്കണ 2-3 വീഡിയോകൾ ഞാൻ കണ്ടിട്ടില്ല. കോഴിമുട്ട അടിക്കുന്ന സമയത്തുള്ളതേ. അടുത്തത് സിന്ധു നായർ. സരിതയുടെ ഭാഗ്യമാണ് അജു, അജുവിന്റെ ഐശ്വര്യമാണ് എന്റെ സരിതക്കുട്ടി, രണ്ടാളുടെയും പുണ്യമാണ് ജഗ്ഗുമോൻ. എന്റെ കമന്റ് ഒരിക്കലും വായിക്കാറില്ല. നല്ല കമന്റ് ആണ് സിന്ധു ചേച്ചിയുടെ കമന്റ്. ഇനി ആവണി അമ്മു. ഞാൻ കമന്റ്സ് ഇടാറില്ല, പക്ഷെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. എന്താ അറിയില്ല, വയ്യാതിരിക്കുന്ന ടൈമിൽ പോലും നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ്. ഞാൻ നാട്ടിലില്ല, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ വീട് ഓർക്കുമ്പോൾ വിഷമമാണ്. അമ്മയെ കാണാൻ തോന്നും. അങ്ങനെയൊക്കെ മൈൻഡ് ആകെ ടെൻഷൻ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ എടുത്ത് നോക്കും. അപ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ്. അജുവേട്ടൻ്റെയും സരിതയുടെയും സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ്. എന്നും ഈ സന്തോഷം നിലനിൽക്കട്ടെ. സന്തോഷം. ആന്റണി. സരിതേച്ചി, മുട്ട കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് നിങ്ങൾ ഓംലെറ്റ് ഉണ്ടാക്കുക? മുട്ട ഓംലെറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് ചോദിക്കുക. സോറി, വിവിധ ഇനം ഓംലെറ്റുകളുടെ ഒരു വീഡിയോ ചെയ്യണേ. അത് സോറി ട്ടാ. മുട്ട ഓംലെറ്റ് അതെന്താ അങ്ങനെ പറയണേ? പറഞ്ഞ പോലെ ഓംലെറ്റ് എന്ന് മാത്രം പറഞ്ഞാ പോരെ അല്ലേ? പണ്ട് മുതലുള്ള ഒരു പ്രയോഗമായിരിക്കും അത്. കോഴിമുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയെന്ന് പറയും. അടുത്തത് ശോഭ കെ. സരിതേ, ബീട്രൂട്ട് കിച്ചടി എറണാകുളം സ്റ്റൈൽ വേണമെങ്കിൽ പറഞ്ഞു തരൂ. അടുത്തത് നേച്ചർ അറൗണ്ട്. ഞാൻ ഇനി പറയില്ല റെസിപ്പി, മെയിൽ അയച്ച് വാട്സപ്പ് അയച്ച് നോക്കിയിട്ടും കൂടിയില്ല, ഇനി മിണ്ടില്ല. എന്തേ? മെയിലും അയച്ചിട്ടുണ്ട്, വാട്സപ്പിലും അയച്ചിട്ടുണ്ട്. ഇത് രണ്ടും നോക്കണ ആള് ചേട്ടനാണ് കേട്ടാ. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതിനൊക്കെ മറുപടികളൊക്കെ കൊടുക്കാറുള്ള ചേട്ടനാണ്, ഞാനല്ല. അടുത്തത് ജോസ് കലത്തിങ്കൽ. എന്നാവൂ അല്ലേ? പോഷകാഹാരം, സമീകൃതാഹാരം, പോഷകസമ്പുഷ്ടമായ ആഹാരം, ഹെൽത്തി ഫുഡ്, ന്യൂട്രിയൻ ഫുഡ്, എന്ത് വേണമെങ്കിലും പറയാം. ഈയിടെയായി എന്റെ കമന്റുകൾക്ക് ലൈക്കും ഹാർട്ടും കിട്ടുന്നില്ലല്ലോ. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയോ? ലൈക്കും ഹാർട്ടും കിട്ടാനുള്ള കൊതി കൊണ്ടല്ലേ കമന്റ് ഇടുന്നത്? അയ്യോ പാവം. അതെന്താ ലൈക്കും ഹാർട്ടും കൊടുക്കാത്ത? എല്ലാ വീഡിയോകളൊക്കെ ഇടയ്ക്ക് നമ്മള് ഒഴിവുള്ള സമയം നോക്കിയിട്ടാവും റിപ്ലൈ കൊടുക്കാനിരിക്കുക. അപ്പൊ 2-3 ദിവസമായിട്ട് റിപ്ലൈ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ലൈക്കും ഹാർട്ടും മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. കാരണം ഞാനിവിടെ ഇല്ലല്ലോ. കമന്റ്സ് നോക്കി റിപ്ലൈ കൊടുക്കാൻ മിക്കവാറും ഞാനാണ് ഇരിക്കാറ്. ചില സമയത്ത് ചേട്ടനാവട്ടെ, ചിലതിന് ചേട്ടൻ കയ്യോടെ കാണുന്നതിന് ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അത് പകലൊന്നും സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചേട്ടന് കുറേ കാര്യങ്ങളുണ്ടല്ലോ ചെയ്യാൻ. അപ്പോൾ വൈകുന്നേരം എൻ്റെ പണികളെല്ലാം അതും കഴിഞ്ഞിട്ട് ഞാനാവും രാത്രി ഇതിനൊക്കെ ഏത്തിനും റിപ്ലൈ കൊടുത്തിട്ടാവും ഞാൻ ഉറങ്ങാം. അങ്ങനെ അപ്പോൾ ചിലപ്പോൾ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ ആ പിറ്റേ ദിവസത്തെ വീഡിയോ എൻ്റെ ഉണ്ടാവും. അപ്പൊ അതിന്റെ മുന്നത്തെ ദിവസത്തെ പിന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ചിലപ്പോൾ ഇരിക്കില്ല. ചിലപ്പോൾ ഞാൻ നോക്കും, സമയം കിട്ടുകയാണെങ്കിൽ നോക്കും. അങ്ങനെ എല്ലാ ദിവസവും കൊതുക് കടിക്കണ ചേട്ടാ, കുഞ്ഞു കൊതുകുകള്. അവനെ ഞാൻ പണി കഴിച്ചു. അടുത്തത് സന്തോഷ്. ഓർമ്മ പോയതല്ല, സരിത ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. അതേ സ്ഥലത്ത് വീണ്ടും അതേ സ്ഥലത്ത് വന്നിരിക്കുന്നു. സന്തോഷ് എന്നിട്ട് പറയണേ, ഓർമ്മ പോയതല്ല, സരിത ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് ഓർമ്മ കുറവ്. അജേട്ടന്റെ ഓർമ്മ പരിഹരിക്കുന്ന ആളാണ് സരിത. ചേട്ടൻ ഒറ്റയ്ക്ക് എടുത്ത വീഡിയോ അല്ലേ? ഞാൻ കണ്ടിട്ടില്ലേ ഇതിന്റെ പടം? അതായത് നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോണത് ഒരു മനുഷ്യന് ശരീരത്തിന് ഗുണമുള്ള സാധനമാണെന്ന് പറഞ്ഞു. അതിന്റെ പേര് ഒരു പ്രത്യേക പേര് പറയല്ലോ. അത് എനിക്ക് വാക്ക് കിട്ടേണ്ടത് തന്നെയാ. അങ്ങനെ തന്നെയാണ്. കൊറേ ആലോചിച്ചു, ഒരു രക്ഷയില് കിട്ടാനായിട്ട്. എന്തൊരു കഷ്ടം മനുഷ്യന്റെ ഓർമ്മ നശിക്കുന്നത്. അടുത്തത് ശോഭ. ഇന്ന് മുണ്ടുടുത്ത് നാടൻ മനുഷ്യനായി. എനിക്ക് നിങ്ങളോട് ഭയങ്കര അസൂയാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് കൂടി വരുന്നു. എന്ത് ചെയ്യണം? കഷണ്ടിക്ക് മരുന്നുണ്ട്, എന്നാൽ അസൂയിക്കില്ല. ഒരുപാട് ദിവസം സുമലതയെ
എന്നെ പേടിപ്പിക്കാൻ ഇങ്ങോട്ട് അയക്കണം, ഞാൻ നന്നാക്കിയാൽ നന്നാവും. കഞ്ഞിയും പടവലങ്ങയും കണ്ടിട്ട് കഴിക്കാൻ തോന്നി. അതേ മുണ്ടുകൊടുത്തിട്ടല്ലേ വീഡിയോ ചെയ്തത്. എൻ്റെ അമ്മയും പറഞ്ഞു ചേട്ടൻ ഈ മറ്റേ ഈ കുട്ടി ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ ഷോർട്സ് അല്ലെങ്കിൽ ബർമൂടയോ മറ്റേ പാൻറ്റൊക്കെ ഇട്ടിട്ട് വരുന്നതിനേക്കാളൊക്കെ നാടൻ ഈ കള്ളിമുണ്ട് കൊടുത്തിട്ട് വരില്ലേ, അതാ നല്ലത്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ട്രൗസർ മറ്റേ ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആദ്യം മുണ്ടും പാൻറ്റൊക്കെ എടുത്ത് വെച്ച് തുടങ്ങും. പക്ഷെ ട്രൗസർ ഇടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിന്നിട്ടല്ലോ ചേട്ടൻ ചിലപ്പോ ഓടാൻ തോന്നി ഓടും, ചാടാൻ തോന്നി ചാടും, മരത്തുമ്പോ കയറാൻ തോന്നി നമുക്ക് മുണ്ട് വലർത്തി മാറി നീങ്ങി അത് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ലല്ലോ ട്രൗസർ ആകുമ്പോ. ധൈര്യമായിട്ട് അതുകൊണ്ട് വീട്ടിലാണ് കേട്ടാ, സൗകര്യത്തിനാണ് അല്ല. ആനന്ദലത, സരിത അമ്മ വീട്ടിൽ പോകുമ്പോ അജുവും കൂടി പോയി കൂടെ, അവിടെ വീഡിയോ എടുക്കാമല്ലോ, 3 പേരും ചേരുമ്പോഴാണ് രസം. പോകുന്നുണ്ട് ഫുഡ് അടിക്കാൻ. അതന്നെ, എന്നെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ചേട്ടൻ ഇങ്ങോട്ട് പോരും. ഞാൻ മുന്നത്തെ പണ്ടത്തെ വീഡിയോയിൽ പറയാറുണ്ട്, എൻ്റെ അനിയൻ പറയുന്നു ആളിയൻ വന്ന് ലോഡ് തട്ടിപ്പോയിന്ന് പഠിക്കാൻ, ഗേറ്റിന്റെ അവിടെ ലോഡ് തട്ടിപ്പോയിന്ന് പറയും. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ആ പടിയുടെ അവിടെ തന്നെ ഇറക്കി വിട്ട് പോകാറുള്ളൂ, അകത്തേക്ക് തന്നെ കയറാറില്ല ചേട്ടൻ. പിന്നെ കൊണ്ടുവരാൻ വരുമ്പോൾ ഇവിടെ നിന്ന് വിളിച്ചു പറയും, ഞാൻ ഇത്ര മണിക്ക് എത്തും, ഡ്രസ്സ് മാറി നിന്നോളൂ എന്ന് പറയും. ഞാൻ ഡ്രസ്സ് മാറുന്ന അത്ര സമയം കൂടി അവിടെ നിൽക്കാൻ പറ്റില്ല ചേട്ടന്, അങ്ങനെ ഇരുന്നു. ഇപ്പോന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒന്ന് വരും അവിടേക്ക്, വീട് വരെ ഒന്ന് വരും, വരനോടുകൂടി ഫോൺ എടുത്തു കണ്ണാടി എടുത്ത് വെച്ച് അതിലിങ്ങനെ നോക്കി അവിടെ ഇരിക്കും. ചേട്ടാ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ വേഗം വരും, ഭക്ഷണം കഴിക്കും. അപ്പോഴേക്കും അമ്മ ഇപ്പോൾ അവിടെ ഇഷ്ടംപോലെ കുളമ്പ് മാങ്ങിയില്ലേ, ഭയങ്കര ടേസ്റ്റാണ് മാമ്പഴം. അത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു 2 മാവുണ്ട്. അപ്പം അതിപ്പോൾ നന്നായി മാമ്പഴം മാങ്ങി ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ. അപ്പം അതിങ്ങനെ തൊലിയൊക്കെ ചെത്തി നല്ല കഷ്ണങ്ങളാക്കി കഴിക്കാൻ പാകത്തിന് അങ്ങോട്ട് കൊണ്ടുകൊടുക്കും, അതിങ്ങനെ കഴിക്കുക. അങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് എണീക്കും, പോരും. പിന്നെ പിറ്റേ ദിവസം വരെയുള്ളൂ. പിറ്റേ ദിവസം കറക്റ്റ് ഒരു കാലത്ത് ഒരു 8 മണിക്ക് 9 മണിക്ക് അങ്ങനെ ഒന്നും എത്തില്ല, ഒരു 11 മണിയൊക്കെ ആവും. വിശപ്പ് അതിൻ്റെ അതിമൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് അവിടേക്ക് എത്തുള്ളൂ. 11 മണി വരെ ഇവിടെ എന്തുകൊണ്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു 5-10 വട്ടം എനിക്ക് ഫോൺ വിളിക്കും, വീഡിയോ കോൾ വിളിക്കും, വെറുതെ നോക്കിയടി അത് നോക്കിയാ പുല്ല് നോക്കിയാ ദേ ചവറ് കൊഴിഞ്ഞു, ദേ ഇവിടെ ചവറുണ്ട് മറ്റേത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കും കേട്ടാ. എന്നിട്ട് അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ, പക്ഷെ വരാം എന്നിട്ട് 11 മണിയാകുമ്പോൾ എത്തും. 11 മണിയാകുമ്പോൾ വിശത്ത് കുടല് കരിഞ്ഞിട്ട് അത് എത്താം. എന്നിട്ട് വന്ന് ആ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലിട്ട് എന്നെ കാണുമ്പോഴേക്കും ഷോ വിസിറ്റ് പാടില്ല ഭക്ഷണം എടുക്ക്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് കയറിയുള്ളൂ അപ്പളത്തേക്കും. അങ്ങനെ അപ്പം ഇത്തിരി മുന്നങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് അച്ഛനോട് അമ്മോടൊക്കെ എന്തെങ്കിലും വല്ല വർത്താനം ചോദിച്ചൂടെ, ഒന്നും ചെയ്യില്ല, അതൊന്നും പറയില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് അവിടെ നിൽക്കില്ല ചേട്ടാ, പിന്നെ അവിടെ നിന്ന് പോരും. അപ്പൊ അച്ഛനമ്മയും ചോദിക്കും എന്താ ജോ പോണേ, കുറച്ച് സമയം ഇവിടെ ഇരിക്കുന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അത് ഇടാണ്ട് അപ്ലോഡ് ചെയ്യാണ്ട് അങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ വിശക്കുമ്പോ അവിടേക്ക് എത്തും പറയാ വിശക്കുണ്ട് ആൾക്ക്, ദേ വരുന്നുണ്ട്. അങ്ങനെ പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞാലും നമ്മള് അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളല്ലെന്ന് എന്നെ കാണുമ്പോ അറിയാലോ അല്ലേ. എന്തേ അത് ആരെ പറഞ്ഞ അമിതമായി ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞില്ലല്ലോ, കഴിക്കണത് കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷെ അത് ആ സമയത്ത് ഒരു ആർത്തിയാണെന്ന് മാത്രം ചേട്ടന്. അടുത്തത് മുല്ല ഷബീർ, സോളമന്റെ മുന്തിരിത്തോട്ടം എന്ന പോലെ അജു ചേട്ടന്റെ കോവയ്ക്കത്തോട്ടം, ഒറ്റയ്ക്കൊരു പാചകല്ലേ, തെറ്റുകൾ വരുമ്പോൾ തിരുത്താൻ ആളില്ലാത്തൊരു വീഡിയോ. ആ അരിയുടെ പേരെന്താണ് അജു ചേട്ടാ? കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ കിട്ടുമെന്ന്. അത് വയനാടൻ ചുവന്ന അങ്ങനത്തെ ബ്ലാക്ക് റൈസ് അല്ലേ നമ്മള് കല്യാണിന്ന് ബ്ലാക്ക് റൈസ് തന്നെ. പക്ഷെ ഈ വയനാടനാണെന്ന് തോന്നുന്നത്. മറ്റേ റൈസ് കിട്ടിയില്ലല്ലോ, വില കൂടിയില്ലേ. 1 കിലോക്ക് 300 ചിരട്ടമാക്കി ഇത് കിട്ടിയില്ലല്ലോ നമുക്ക്. 350 രൂപയാണ് അതിന് 1 കിലോന്. ഇതിന് 1 കിലോന് 140 രൂപയുള്ളൂ. അത് കിട്ടിയില്ല. അത് ഈ അരി സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും, ബ്ലാക്ക് റൈസ് എന്ന് പറഞ്ഞാൽ മതി, കിട്ടും. പക്ഷെ മറ്റേ നിസർഗ കിട്ടുള്ളൂ. മറ്റേ ഓർഗാനിക് സാധനങ്ങളൊക്കെ വിൽക്കണ കടയിൽ അവിടെ നിന്നാണ് അത് കിട്ടുക. അതിന് ഭയങ്കര വില, അതിന് ഇരട്ടി വിലയുണ്ട്. മിനി ജോഷി MP, അജു പൂർണ്ണമാകണമെങ്കിൽ സരിത വേണം. ലീമ ആൻഡോ എന്തിനാണ് തോണ്ടി പിടിച്ചും വർത്താനം പറഞ്ഞിട്ടും കട്ടക്ക് നിൽക്കാൻ പറ്റില്ല. അടുത്തത് ലീമ ആൻഡോ, കൊറിയൻ നൂഡിൽസ് കഴിച്ച അജുവിന് ഈ പച്ചമുളകൊക്കെ എന്ത്?
അതന്നെ അത് കഴിച്ചിട്ട് അല്ല, എരിവുണ്ടെന്ന് സമ്മതിച്ചൂടെ ചേട്ടന്? സമ്മതിക്കില്ല. മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എരിവുണ്ടെന്ന്. കാരണം മുഖമൊക്കെ ഇങ്ങനെ ചുമന്ന് ചോര ഉറ്റി വീഴും. അതുപോലെ മുഖം നിൽക്കണ്ടായിരുന്നു ചേട്ടന്റെ. പറയാം ഇവിടെ ഇവിടെയൊക്കെ ഒരു ഇത് വരുന്നുണ്ട്. അത്രയും വലിയ എരിവ് എന്ന് പറയില്ലേ. പക്ഷെ നമുക്ക് വയറിന് കുഴപ്പമില്ല. ഉണ്ടായില്ല. അതാണ് ഈ എരിവിന്റെ ഇത്. വേറെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാറിപ്പോയി. അപ്പൊ ആരാ പറഞ്ഞേ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി കഴിക്കുകയാണ്. നമ്മളിപ്പോൾ സ്ഥിരം കഴിക്കണില്ല. ഇത് കഴിക്കുന്നത് വളരെ പൊട്ടയാണ് ശരീരത്തിന്. പക്ഷെ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഈ സാധനം ഇവിടെ കഴിച്ചിട്ട് നാവുമ്പോ ഇങ്ങനെ ഭയങ്കര എരിവ് പിടിച്ച് നിൽക്കില്ല നമ്മുടെ വയറുള്ള മൊത്തം. അപ്പോൾ ഈ തണുത്ത ഐസ്ക്രീം ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സുഖം കിട്ടും. അങ്ങനെ ജോളോ ചിപ്സിന്റെ ചാലഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കമന്റ് ഉണ്ട്. ചെയ്യോ? അടുത്തത് ലേലി ബേസിൽ. അജു ഹെൽത്തി ഓർ ഓർഗാനിക്, ഇതിൽ ഏതാണ് മറന്ന വാക്ക്? സരിതില്ലാത്ത വീഡിയോയുടെ പോരാൻ പിടികിട്ടി. ഇനി ആരും സരിതയെ കുറ്റം പറഞ്ഞത്. നിതിന് മുഖം കാണിച്ചില്ലെങ്കിലും അജുവിനൊന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ? അയ്യോ അവന് തീരെ അറിയില്ലേ അങ്ങനത്തെ വാക്കുകളൊന്നും. അടുത്തത് കെ ജോയ് കള്ളിക്കാടൻ. സരിത അജുവും ഫൈറ്റ് ചെയ്യാത്ത വീഡിയോ ഇനി ഇടരുതെന്ന്. അപ്പൊ അങ്ങനത്തെ വീഡിയോകൾ, അതായത് നമ്മൾ രണ്ടുപേരുണ്ടാവുന്ന വീഡിയോ ആണ് രസമാവുക കൂടുതല്. അപ്പൊ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും അതില് നിങ്ങൾക്ക് രസിക്കാനുള്ള ഉണ്ടാവും കൂടുതൽ. ഞാൻ ഒറ്റയ്ക്കാകുമ്പോ എനിക്ക് അതിന് പരിമിതികളുണ്ടല്ലോ. വെറുതെ ചെന്ന് അങ്ങോട്ട് ചാടി മറിഞ്ഞ് കാണിച്ചിട്ട് ചേട്ടൻ ചെയ്യണ വീഡിയോകളിൽ രസമുള്ള എന്നിട്ടാണ് ചേട്ടൻ ഈ ഇടപെടികളിൽ കൂടി കഥകൾ പറഞ്ഞു പോവില്ലേ, ഓരോ ഓർമ്മകളും കഥകളും അതൊക്കെ പറഞ്ഞു പോണ വീഡിയോ രസ. കത്തുകളൊക്കെ മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോ കോട്ട് വായി തുടങ്ങി. കത്തുകളല്ല, കമന്റുകൾ. അപ്പൊ നിങ്ങള് എല്ലാവരും വീണ്ടും വീണ്ടും കമന്റുകൾ നന്നായിട്ട് എഴുതാം. നമുക്ക് പരമാവധി നമ്മള് എല്ലാവരും വായിക്കാൻ. ഞാനിനി ആ 2-3 ദിവസം എന്റെ മിസ്സായ വീഡിയോകൾ എനിക്കിരുന്ന് കാണണം. അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് ഞാൻ നോക്കട്ടെ. റിപ്ലൈ ചേട്ടാ ഒരുവിധം കൊടുത്തു തോന്നുന്നു. കമന്റ് ലൈക്കും ഇതൊക്കെ കൊടുത്തില്ലേ? ലൈക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുള്ളൂ, സമയമില്ല നമുക്ക്. കൊറേ പേര് റെസിപ്പികൾ അയച്ചെന്നുണ്ടെന്ന് പറഞ്ഞു. ഈ വീഡിയോകളിൽ കണ്ടമാന റെസിപ്പി നമ്മളൊപ്പം പാചകം ചെയ്യാനുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ജ്യോതി ചേച്ചി കിട്ടു തന്ന പോലെ ആർക്കെങ്കിലും ഒക്കെ വെറൈറ്റി സാധനങ്ങൾ അവരുടെ നാട്ടിലെ തനതായ നാടൻ വിഭവങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ. അപ്പൊ അത് മാത്രല്ലല്ലോ, നമ്മളൊപ്പം പാചകം ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവര്, ഒപ്പം നമ്മളൊപ്പം പാചകം ചെയ്യാൻ ഇഷ്ടമുള്ളവര്, പ്രത്യേക വല്ല റെസിപ്പികളുണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പ് നമ്പർ ഇടാം. അതില് നിങ്ങള് മെസ്സേജ് ഇടാം. അതിൽ ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. അതിന്റെ കോള് ഡിസേബിൾ ആണ്. അപ്പൊ കോൾ കിട്ടില്ല. ഒരു വോയിസാ അല്ലെങ്കിൽ ഒന്ന് എഴുതി വിട്ടാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. സമയം പോലെ ഇപ്പൊ കണ്ടമാനം വന്നു കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മെല്ലെ മെല്ലെ ചെയ്യാം. അപ്പൊ നിർത്താം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.